ഞങ്ങളിന്നൊരു മാരേജ് ഫംഗ്ഷന് പോകാൻ വേണ്ടി നിൽക്കുവാണേ. ഇച്ചിരി ദൂരെ തന്നെയാണ് പോകുന്നത്, തിരുവനന്തപുരത്താണ്. അപ്പം നമ്മുടെ റിലേറ്റീവിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. എനിക്ക് കല്യാണത്തിന് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഫംഗ്ഷനിലെങ്കിലും പോകണ്ടേ. അപ്പോൾ അവരുടെ വീട്ടിൽ നമ്മൾ ചെന്നത് കോട്ടയത്ത് തന്നെയാണ്. അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് ഊണൊക്കെ കഴിച്ചു. ഉച്ചയായപ്പോഴത്തേന് ബസ്സൊക്കെ വന്നു. തിരുവിടുമ്പോൾ കോട്ടയത്തുള്ള വണ്ടി തന്നെയാണ്. നന്ദുവിന് ബസ് കണ്ട് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര വണ്ടിപ്രാന്തനല്ലേ, അപ്പോൾ ആക്രാന്തം. അവൻ ബസ്സിലോട്ട് ഓടി ചാടി കയറി. എന്നിട്ട് ഓരോന്നൊക്കെ നോക്കി അങ്ങനെ എല്ലാവരും തന്നെ വന്ന് കയറി. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പതുക്കെ ബസ്സിൽ പുറപ്പെട്ടു. നന്ദു എന്തൊക്കെയോ സ്നാക്സൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ പോക്കറ്റിലൊക്കെ ചില സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി അടൂർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അടൂരിൽ നിന്നൊരു ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തി. ഞാൻ ആദ്യം തന്നെ ഒരു ലെയർ ചായ പറഞ്ഞു, തമിഴ്നാട്ടിലെ പോലെയൊക്കെ തന്നെ. അത് നല്ല ടേസ്റ്റാണ്, കുടിച്ചു വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ പൊന്നൂന് പഴംപൊരി മതി എന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം ഉഴുന്നോടെയാണ് കിട്ടിയത്. രണ്ടാമത് പിന്നെ ഞാൻ പഴംപൊരി റെഡിയാകുന്നുള്ളായിരുന്നു. അങ്ങനെ ഒരു പഴംപൊരി എടുത്തു കൊടുത്തു. നന്ദുവിനും അപ്പോൾ പഴംപൊരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നേരെ പതുക്കെ തിരിച്ച് ബസ്സിൽ കയറി. ബസ്സിൽ കയറിയപ്പോൾ സിനിമ വേണമെന്ന് പറഞ്ഞു എല്ലാവർക്കും. അങ്ങനെ സിനിമ ഇട്ടു. ഏത് പടമാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഏതോ ഒരു പുതിയ പടം തന്നെ ഇട്ടിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. ഏകദേശം എല്ലാവരും തന്നെ ഉറങ്ങിയൊക്കെ ഇരിക്കുവാണ്. ഏകദേശം ഒരു 4 മണി 4:30 ആയി അടൂരൊക്കെ ആയപ്പോഴത്തേന്. അങ്ങനെ പിള്ളേരൊക്കെ ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് നല്ല വഴക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഞങ്ങൾ ഏകദേശം ഒരു 6:30 ആയപ്പോഴത്തേന് നമ്മൾ ട്രിവാൻഡ്രത്തെത്തി. അപ്പോൾ ചെറിയൊരു ഫംഗ്ഷനാണ് കേട്ടോ. നമുക്ക് എത്താൻ സാധിക്കാത്ത ആൾക്കാർക്ക് തിരുവനന്തപുരത്തോടാണല്ലോ പിന്നെ കല്യാണം കഴിച്ച് വിട്ടത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റും. അപ്പോൾ ഫംഗ്ഷന് കുറച്ച് പേർക്കൊക്കെ കല്യാണത്തിന് വരാൻ പറ്റത്തില്ലാത്ത ആൾക്കാർക്കൊക്കെ വരാൻ വേണ്ടിയൊരു സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷനെത്തി. നല്ല വലിയ അടിപൊളി ഹാളൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ പെണ്ണും ചെറുക്കനും എല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പതുക്കെ ആദ്യം തന്നെ കയറി. പിള്ളേർക്കൊക്കെ വിശക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് പതുക്കെ കഴിക്കാനൊക്കെ ഇരുന്നു. ബൊഫേ ആയിരുന്ന കാരണം പിന്നെ എല്ലാം തന്നെ എല്ലാവരും ഓടി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിപ്പൊക്കെ കഴിഞ്ഞു. പിള്ളേർക്കൊക്കെ ഇഷ്ടമാണല്ലോ, ബിരിയാണിയൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരും കഴിപ്പൊക്കെ കഴിഞ്ഞ് നേരെ നന്ദുവിനെ ഞാനും കൂടെ പുറത്തേക്ക് വന്നു. അവിടെ ഫൗണ്ടനൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അവനതൊക്കെ കണ്ടു. ഞാൻ പിന്നെ പുറത്ത് വന്ന് വീണ്ടും ഒരു ചായ കുടിച്ചു. എനിക്ക് ചായ കൂടി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 8:30 ആയപ്പോഴത്തേനും അവിടെ നിന്ന് പതുക്കെ പോരാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ സ്റ്റേജിൽ പിള്ളേർക്ക് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നന്ദു ആ സ്റ്റേജിൽ കൂടെ നല്ല ഓട്ടവും. പിള്ളേരെല്ലാം ഉണ്ട് കേട്ടോ. കല്യാണിയുണ്ട്, പൊന്നുണ്ട്, നന്ദു എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി പെണ്ണിനെ കെട്ടിച്ചു കൊടുത്ത വീട്ടിലൊന്ന് കയറണമല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ബസ്സിൽ കയറിയിട്ട് നേരെ വരുന്ന വഴി തന്നെ ആ കെട്ടിച്ചു വിട്ട വീട്. അപ്പോൾ അവിടെയും ജസ്റ്റ് ഒന്ന് കയറി ഞങ്ങൾ വീണ്ടും തിരിച്ചൊരു 10:30 ആയപ്പോൾ അവിടുന്ന് തിരിച്ച് റിട്ടേൺ നേരെ കോട്ടയത്തെ വീട്ടിലേക്ക്.